കല്യാണം കഴിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ കല്യാണം പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയല്ലേ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞ അന്ന് കല്യാണം കഴിക്കണം തന്നെ വലിയ രസമാണ്. അലി തങ്ങളുടെയും മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും കല്യാണം കഴിക്കുന്ന ദിവസം അലി റളിയല്ലാഹു അൻഹു കല്യാണത്തിന് കാണാൻ വന്നത് വേറൊരു അത്ഭുതമാണ്. ഞാൻ ഈ വിഷയത്തിലേക്കും കൂടി പറയണം, ഞാൻ മറന്നുപോയാലെന്ന് വിചാരിച്ചിട്ട്. നബി തങ്ങളുടെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനെ അലി ഞങ്ങളിപ്പോ ഈ നേരത്ത് വന്നത്? ഒന്നുമില്ല നബിയെ. വന്നത് എന്തിനാണെന്നറിയോ? നബിയെ, നിങ്ങളെ മോളെ നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ഡയറക്റ്റ് ചോദിക്കാൻ വന്നതാ. അതിന് കുഴപ്പമില്ല, നമ്മൾ ഈ ബ്രോക്കർമാരെ എടുത്തുള്ള ബ്രോക്കറാണ് ഈ പറയണത്. 100 കാറും ആ ബിൽഡിങ്ങും ഇത്ര സെന്റ് അവിടെയും, കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു 10 സെന്റ് പുറത്ത്, പിന്നെ കുറച്ച് ഉള്ളോട്ട് പോയിട്ട് റബ്ബർ എസ്റ്റേറ്റ്, ഇത്രയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ബ്രോക്കറാ. പൊന്നു ബ്രോക്കർമാരെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാനെ പേടിച്ചോളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന കായ് ഹറാമിന്റെ കായായിരിക്കും ഈ പോക്കിലാണെങ്കിൽ. ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക, അവന്റെ ലക്ഷ്യം എനിക്ക് അള്ളാഹുലേക്ക് എന്നെ സഹായിക്കുന്ന ഒരു പെണ്ണ് മതി, ഇത്രയോ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഓളെ പൈസ എനിക്ക് വേണ്ട, വാപ്പാന്റെ പൈസ എനിക്ക് വേണ്ട, എങ്ങനെ എനിക്ക് ഓളെ പൈസ വയ്ക്കാൻ പറ്റും? ഞാൻ അങ്ങോട്ട് നിക്കാഹ് ചെയ്യുമ്പോൾ ഞാനല്ലേ മഹർ കൊടുക്കേണ്ടത്? പിന്നെ ഞാൻ എങ്ങനെ സ്ത്രീധനം ചോദിക്കുക? അല്ല ഉസ്താദേ, ഈ സ്ത്രീധനം ഇപ്പൊ ഹലാലോ ഹറാമോ? അപ്പൊ പറഞ്ഞുതരാം ഹലാലോ ഹറാമോ ആ മസാല. ഈ സദസ്സ് എണീറ്റ് പോകുമ്പോഴത്തെ മസാല മനസ്സിലാവണേ. ഇനി നിങ്ങൾ ഒരു മൂലരോട് ചോദിക്കരുത്. ഒരു മനുഷ്യന്റെ സമ്പത്ത് അയാൾ ഇഷ്ടപ്പെടുന്നതല്ലേ നിങ്ങൾക്ക് ഹലാലാവുള്ളൂ, അല്ലേ? ഒരാളുടെ പൈസ ഇഷ്ടപ്പെടും. ഞാനിപ്പോ ബഷീർ സാഹിബിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു എന്ന് വിചാരിക്കുക, അയാൾക്ക് പൊരുത്തുണ്ടെങ്കിലല്ലേ, ബഷീർ സാഹിബിന് പൊരുത്തുണ്ടെങ്കിലല്ലേ എനിക്കത് ഹലാലാവുള്ളൂ. ഞാൻ അതെടുത്തിട്ട് ബക്കറ്റ് കിടാൻ പറ്റുമോ? അങ്ങനെ വരികയാണ് ഒരു ബക്കറ്റ് വരിക. ഞാൻ എന്ത് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആള് വേറെ ആളുടെ പോക്കറ്റിൽ എടുത്ത് കൊടുത്തു. ഇത് ഞാൻ ചെയ്യുന്ന ജായിസാണോ അല്ലയോ? യെസ് ഓർ നോ? നോ എന്ന് പറഞ്ഞെങ്കിൽ നോ എന്ന് പറഞ്ഞാട്ടെ. നോ. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശ്രീധരൻ വാങ്ങിയോലൊക്കെ യെസ് എന്ന് പറയാൻ നിൽക്കണ്ടിട്ടാ. അത് നോയാണ്, പറ്റൂല. എന്തേന്നറിയോ? ഇതെന്റേതല്ല. പിന്നെന്തേന്നറിയോ? ഇത് ബഷീർ സാഹിബിന് പൊരുത്തണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ എടുക്കുക? അതുകൊണ്ട് ഇനി ഹലാലല്ലാത്ത സ്ത്രീധരം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? നിങ്ങൾ കല്യാണം കഴിക്കാൻ വന്ന് ചെന്നു, നിങ്ങൾ ഡിമാൻഡ് ചെയ്തു എനിക്കെന്ത് വേണം, ഇത്ര വേണം. അത് നീ ചെയ്തു തന്നെ തെറ്റാണ്. അതിന് മുമ്പിൽ നിൽക്കുന്ന ആൾ അമ്മാവന്മാരാ. ഇങ്ങനെയാണ് നിങ്ങൾ അമ്മാവൻ കുപ്പായിട്ട് നടക്കും വേണ്ട. ആകെ സ്ത്രീധനം പറയല അമ്മാവന്റെ റോള് ജീവിതത്തിൽ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ചോദിച്ചത് ഹറാം. നിനക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? മൻഅൻ വഹാത്തിൻ കരിഹ ലക്കും മൻഅൻ വഹാത്തിൻ ഖീല വഖാൽ വകസറത അസ്സുആൽ വഇദാഅത്തൽ മാൽ. അല്ലാഹുവിന് ഇഷ്ടമല്ല മൻഅൻ, നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാതെ വെക്കുകയും, വഹാത്തിൻ, നിങ്ങൾക്ക് ഒരവകാശവുമില്ലാത്തത് ചോദിച്ചു വാങ്ങുന്നതും അല്ലാഹുവിന് ഇഷ്ടമല്ല. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഹലാലാകുന്ന ഒരു വകുപ്പുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് വേണം പറഞ്ഞു ഉസ്താദ് എന്ന്. അതിപ്പോ പറയില്ല, അവസാനം പറഞ്ഞുതരാം. ഏതാണ് ഹലാലാവുക? ഇനി നോക്കുക, ചോദിച്ചു ഇത്ര വേണം, ഹറാമാണ്. ചോദിച്ച പിന്നെ കൊടുക്കാക്കാൻ പറ്റും? ഈ ചെറുക്കം പോയതിന് വേറെ പുതിയാപ്പിള്ള തെരഞ്ഞെടുക്കണ്ടേ? എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചോദിച്ചത് പലതോ, പിന്നെ സ്വർണം വേണം, അത് വേണം, കാറ് വേണം, സ്ഥലം വേണം, വീട് വേണം, ഇതൊക്കെ കൊടുക്കും. ഇങ്ങനെയുണ്ടോ ഒരു കല്യാണം അള്ളാന്റെ ദീനില്? ഇങ്ങനെയുണ്ടോ ഒരു കല്യാണം അള്ളാഹുവിന്റെ ശരീഅത്തിൽ? ആരുണ്ടാക്കിയ കല്യാണമാണിത്? അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കുന്ന എത്ര ചെറുത് വലുത് ആ പെണ്ണിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. മഹർ എനിക്ക് ഇത്ര വേണം. ആ മഹർ കൊടുത്തിട്ട് കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ശറഈ. ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ കാലിയാക്കി വെച്ചിട്ട് ഇതിക്ക് ഇങ്ങനെ പൈസ കണ്ട് നിറച്ചു തന്നാൽ അത് കുട്ടീനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് കാണാന്ന് ഇതിനെ പറ്റി പറയാൻ പറ്റുമോ? ഈ ആണാണ്, നീ ആണാണോ? ഞാൻ അതാ ചോദിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ ചോദിച്ചത് തന്നെ ഹറാം. ഇനി ചോദിച്ചില്ല, എന്താ പറഞ്ഞെന്നറിയോ? പിന്നെ നമുക്ക് ഡിമാൻഡൊന്നുമില്ല, നമുക്ക് ഒരു ഡിമാൻഡും ഇല്ല. കുട്ടി നന്നായാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഓളെ ഏട്ടത്തിനെ, ഓളെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോൾ 200 കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വിഷയമല്ല. അവൻ 5 കല്യാണം ആലോചിക്കേണ്ട ഒരു 150 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല. എന്താ പറഞ്ഞതിലൊക്കെ അർത്ഥം? പൊട്ടന്മാരോടാണ് ഈ പറയണത്. അപ്പൊ എന്താ പറഞ്ഞ? അത്രയൊക്കെ തന്നെ അതിന്റെ അടുത്തും ബാക്കിയൊക്കെ നമുക്കും വേണമെന്ന്, അല്ലേ? അതല്ലേ ഈ പറഞ്ഞത്? ഇത് നീ ചെയ്ത് തെറ്റാണ്.
ചോദിക്കാൻ ഒരു അവകാശമല്ലോ. വാപ്പാണ്ട് പെണ്ണിന്റെ വാപ്പയോട് നീ കടം വാങ്ങിക്കും, അതിന് കുഴപ്പമില്ല, കടം തരികയാണെങ്കിൽ കടം തിരിച്ചെടുത്തേക്ക്. വെറുതെ ഫ്രീ ആയിട്ട് ചോദിക്കേ. എന്തിനെ നിക്കാഹ് ചെയ്യ? അള്ള പറഞ്ഞു നീ മഹർ കൊടുത്തിട്ട് സ്വീകരിക്കും. നീ പറഞ്ഞു മഹർ കൊടുക്കാനുള്ള പൈസയും കിട്ടി തന്ന പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് മഹർ എന്നിട്ട് പെണ്ണിനെ കൊണ്ടുപോവാ. നിന്റെ കല്യാണം സ്വഹീഹാവോ? കല്യാണം സ്വഹീഹാവോ? ഒന്നും ചോദിക്കാതെ വന്നു. പക്ഷേ നാട്ടിലെ ഒരു നടപ്പുണ്ട്. വാപ്പയുടെ കയ്യിൽ 5 പൈസ ഇല്ലാതെ വന്നിരിക്കുകയാണ്. സൗദി നിസാഖാത്തിൽ പിടിക്കപ്പെട്ടിട്ടോ അല്ലാതെയോ നാട്ടിലെത്തിയ ഒരു വാപ്പ. ഉദാഹരണം പറയാം. UAE-യിലുണ്ടായിരുന്ന ബിസിനസ്സൊക്കെ തകർന്നു വന്നൊരു വാപ്പ, കയ്യിൽ വീടല്ലാതെ മറ്റൊന്നുമില്ല. ആരോടും ഇല്ലായ്മകളോ വല്ലായ്മകളോ പറയാതെ അഭിമാനത്തോടുകൂടെ നടക്കുന്ന ഒരു വാപ്പയുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അറിയാം, ഇയാൾ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു വന്ന മനുഷ്യനാണ്. പക്ഷേ എന്റെ മോളെ കല്യാണം കഴിച്ചിറക്കുമ്പോ മിനിമം ഒരു 50 പവനെങ്കിലും കൊടുക്കണ്ടേ? നാട്ടുകാര് പറയൂലേ, പെണ്ണുങ്ങൾ ചോദിക്കൂലേ, എത്രണ്ട് മോളെ നിനക്ക് പണ്ടം? പൊന്നു പെങ്ങളെ, നിങ്ങളിത് ചോദിക്കാൻ നിൽക്കല്ലിൻ, ഹറാമിലേക്കുള്ള വഴി തുറന്നു കൊടുക്കല്ലിൻ. ആ പെണ്ണിന് കൊടുക്കുന്നതോ കൊടുക്കാത്തതോ നിങ്ങൾക്കെന്ത് ഛേദം അതിൽ? അങ്ങനെ നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അല്ലെങ്കിൽ നാട്ടിലെ മാമൂലുകൾക്ക് വഴങ്ങിയിട്ട് ഇല്ലാത്ത വിഷമത്തിന്റെ ഇടയിൽ കടവും കള്ളിയും വാങ്ങിയിട്ട് വീട് വിറ്റിട്ട് സ്ഥലം വിറ്റൊഴിവാക്കിയിട്ട് നമുക്ക് വാടകപ്പുരയിൽ പോയി താമസിക്കാം, പെങ്ങളൊന്ന് അഭിമാനത്തോടെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടിട്ട് നിർബന്ധിത സാഹചര്യത്തിൽ ഒരു വാപ്പ കൊടുക്കുന്ന സ്വത്തും നിങ്ങൾക്ക് ഹലാലല്ല സഹോദര, നിങ്ങൾക്ക് ഹലാലല്ല. എന്തേ? അൻ ത്വീബി നഫ്സിൻ, മനസ്സിന്റെ സന്തോഷമില്ലാതെ കൊടുക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകും? നിങ്ങളിരിക്കുന്ന വീട് ആ വീട് വിറ്റിട്ട് തന്റെ മരുമകന് സ്ത്രീധനം കൊടുത്ത് വാടകപ്പുരയിൽ പോയി താമസിക്കാൻ ഏത് വാപ്പാക്കാണ് സ്നേഹമുണ്ടാവുക? ഏത് വാപ്പയാണ് മനസ്സുകൊണ്ടത് ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്തത്? അല്ല, മാമൂലുകൾക്ക് വഴങ്ങിയിട്ട്, നടപ്പുകൾക്ക് വഴങ്ങിയിട്ട് ചെയ്ത പണിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെങ്കിൽ ആ വാപ്പാക്ക് തിരിച്ചു കൊടുത്തേക്കണം. വാപ്പയോട് പറയണം, വാപ്പ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവില്ലല്ലോ, ഇത്രയൊന്നും വേണ്ട, വാപ്പാക്ക് കഴിയുന്നത് മതിയില്ലെങ്കിൽ എനിക്ക് പൊരുത്തം, ഞാൻ മേടിച്ചു കൊടുത്തേക്കാം. ഇത് പറയേണ്ട ചെറുപ്പക്കാരൻ പിന്നെ പറയാനല്ല, 100 പറഞ്ഞിട്ട് 98 ആയിട്ടുള്ളൂ, 2 കുറവുണ്ടല്ലോ. മുസ്ലിമാണോ നിങ്ങളൊക്കെ? മുസ്ലിമാണോ? അള്ളാഹു പറഞ്ഞ നിക്കാഹാണോ നിങ്ങൾ ചെയ്യുന്നതല്ല? കച്ചവടമാണോ ഈ ചെയ്യുന്നത്? പെണ്ണിനെ കച്ചവടം ചെയ്യലാണോ ഈ ചെയ്യുന്നതല്ല നിക്കാഹോ? ഞാൻ ചോദിക്കാൻ. ഈ അവസ്ഥകളിലുള്ള കൊടുക്കലും വാങ്ങലും ഹറാമുകൾ ഹറാമു തന്നെ. ഇത് ഹറാമല്ലാത്തൊരവസ്ഥ ഇതിൽ വന്നില്ല. ഇനി വരുന്ന ഒരു ഹലാല്, പെണ്ണിന്റെ വാപ്പ മുതലാളിയാണ്, ഇഷ്ടം പോലെ പൈസയുള്ള ആളാണ്, പള്ളിക്കും മദ്രസക്കും ദീനിനും ഇഷ്ടം പോലെ വാരിക്കൊടുക്കുന്ന ആളാണ്, അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുമുണ്ട്. ആ ആൾക്കൊരു ആഗ്രഹം തോന്നി, റബ്ബേ, എന്റെ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെറുക്കന് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കട്ടെ. ആരും നിർബന്ധിച്ചിട്ടല്ല, ചോദിച്ചിട്ടുമല്ല, അയാളെ ഇഷ്ടം പോലെ നാട്ടുകാർക്ക് കൊടുക്കുന്ന ആളാ. എന്റെ പുതിയാപ്പിള കിടക്കട്ടെ, ഒരു വാഹനം ഞാൻ മേടിച്ചു കൊടുക്കാം. അത് ആ പുതിയാപ്പിളക്ക് ഹലാലാവും. എപ്പെന്നറിഞ്ഞോ? ഇത് ഇയാൾക്കാണെന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് മോനെടുത്തോ. സാധാരണ എന്താ മുണ്ടൂല, കഴുത്തിലിട്ടെന്ന് പറഞ്ഞേക്ക, എങ്ങാനും കുഴപ്പമുണ്ടായതൊക്കെ ഇങ്ങോട്ട് തിരിച്ചറിയട്ടോ. ഇതാണോ സ്വതക്ക? കുഴപ്പമുണ്ടായാലൊക്കെ തിരിച്ചു തരണം. ഇതെന്ത് ദാനമാണ്, എന്ത് കച്ചവടം ഈ നാട്ടിൽ നടക്കണം എനിക്കറിയില്ല. ഇത് കല്യാണമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതരാം. ഇത് വേറെന്തോ ഒരു ഏർപ്പാടാണ്. സാമ്പത്തികമായി അള്ളാഹു നിഅമത്ത് ചെയ്ത ഏതെങ്കിലും ഒരു വാപ്പ തന്റെ മരുമകന് സന്തോഷത്തോടുകൂടെ ദാനമായി സ്വതക്കയായോ കടമായോ കൊടുക്കുന്ന സ്ത്രീധനങ്ങൾ, അത് നിങ്ങൾക്ക് ഹലാൽ. അത് നിങ്ങൾക്ക് ഹലാലായി. നിങ്ങൾ ചോദിച്ചതല്ല, അയാൾക്ക് കൂലി കിട്ടാൻ വേണ്ടി, അള്ളാഹു കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ കൊടുക്കുകയാണ് തന്റെ മരുമോന്. അത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹലാലാണ്. പെണ്ണിന് കൊടുക്കുന്ന സ്വർണം പുതിയാപ്പിളക്കാണോ? പെണ്ണിന് കൊടുക്കുന്ന സ്വർണം പെണ്ണിനുള്ളതാണ്. പുതിയാപ്പിളക്ക് എപ്പോഴാവുമെന്നറിയോ? പെണ്ണ് പറയണം, എന്റെ സ്വർണം നിങ്ങൾ എടുത്തോളൂ എന്ന് ഭർത്താവിനോട്. പെണ്ണുങ്ങളെ, നിങ്ങൾ അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞിട്ട് കണക്ക് വാങ്ങി ഇന്നത്തെ വേള കഴിയുമ്പോഴേക്കും കുടുംബം കലക്കല്ലി, നാളെ കുറച്ച് ബാക്കിയും കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഭർത്താവിനെ സഹായിക്കേണ്ട ആളുകളാണ്. കുടുങ്ങിക്കഴിഞ്ഞു, എന്റെ സ്വർണ്ണങ്ങൾ എടുത്തോളൂ ഭർത്താവേ, നമ്മുടെ കുടുംബമല്ലേ, നമ്മളൊരു ജീവിതമല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ, നമ്മുടെ പ്രശ്നം തീർന്നോട്ടെ എന്ന് പറയേണ്ടവളാണ് പെണ്ണ്. പക്ഷേ പെണ്ണിന്റെ അവകാശമാണ് അവളുടെ സ്വത്ത്. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് പെണ്ണാണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പയാണ്. ഭർത്താവ് സക്കാത്തിന്റെ വിഷയം ഓർമ്മപ്പെടുത്തണം. കാരണം സ്വത്ത് കിടക്കുന്നത് ഭർത്താവിന്റെ വീട്ടില, ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിന്റെ അടുത്താ. ഇത് നിനക്കുള്ളതാണെന്ന് വാപ്പ പറഞ്ഞാൽ അത് ഭർത്താവിന് അനുവദിക്കപ്പെട്ടു എന്നല്ലാതെ ഒറ്റടിക്ക് ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പറയാൻ പറ്റാത്തൊരു മസാല സ്ത്രീ. ഇത് ഹലാലുള്ള വകുപ്പും ഹലാലില്ലാത്തതുണ്ട്. ഇനി പറയാം, ആ ഹറാമായ അവസ്ഥയിൽ വാങ്ങിയതൊക്കെ
സൗകര്യം കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഹറാമായി വാങ്ങിക്കൂട്ടിയതേ ഒന്നുകിൽ അമ്മോശോട് പറഞ്ഞ് പൊരുത്തപ്പിടിച്ചേക്ക്, അന്നൊന്നും ബോധം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ പൊരുത്തപ്പെട്ടേര്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ തരാം. ഒന്നുകിൽ അങ്ങനെ പറയാൻ പറ്റുന്നവരോട് പറയട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബം കലങ്ങിപ്പോകുവേ. ചിലരോട് ഇങ്ങനെ പറഞ്ഞ പടച്ചോന്റെ കുട്ടിനെ ഇതേപോലെ ഇനി സാമ്പത്തികാത്ത കത്ത് വരണമാതിരി കുട്ടി വരിക്കെത്തുവോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇവ എന്താ ഏർപ്പാടൊക്കെ തീർത്തിട്ട് ഇപ്പൊ നമ്മൾ ഒഴിവാക്കാല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ചില ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പൊ എത്രയാണോ നിങ്ങൾക്ക് പെണ്ണിന്റെ വാപ്പ 2 ലക്ഷം രൂപ തന്നിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്, 2 ലക്ഷം രൂപ ഉദാഹരണം പറയാം. ഇന്നിപ്പോ 2 ലക്ഷം ഒന്നുമല്ല എന്നാ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് 10 കൊല്ലം മുമ്പ്. അപ്പൊ എന്ത് ചെയ്യാ, ആ ഒരു 2 ലക്ഷമോ അതിന്റെ തത്തുല്യമായ സംഗതിയോ ഈ പുരക്കാർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. നിന്റെ വകയെന്ന് പറഞ്ഞോളി, എവിടെ മൂപ്പര് പണ്ട് തന്നതാണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് തിരുത്തി പറയണ്ട, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അത് അവർക്കാക്കി കൊടുക്കുക. പറ്റുന്നവര്, അല്ലാത്തവരൊക്കെ പൊരുത്തപ്പിടിച്ചോളി. ഹറാമായി പൈസയും കൈ കൊടുന്നിട്ട ബിസിനസ് തുടങ്ങിയത്, എങ്ങനെ ഇതൊക്കെ വർക്കത്തുണ്ടാവുക?